Hi friends, എങ്ങനെയുണ്ട്? സോ ഐ ഹോപ്പ് എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റീഡിങ്ങും ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലിസ്ണിങ്ങും. ബട്ട് യെസ്, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയൊക്കെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആണ്. അപ്പം അതും കുറയ്ക്കാനാണ് എൻ്റെ എയിം. ഓക്കെ, സോ ടുഡേ ഞാൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റൈറ്റിംഗ്. കഴിഞ്ഞ റൈറ്റിംഗ് ക്ലാസ്സിൽ ഞാൻ എഗ്രി ഡിസഗ്രി എസ്സേനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് വേറൊരു ഒപ്പീനിയൻ എസ്സേ, ദാറ്റ് ഈസ് ഡിസ്കസ് ടു വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സം പീപ്പിൾ സേ മിക്സഡ് സ്കൂൾസ് ആർ ഗുഡ്, സം പീപ്പിൾ സേ സെപ്പറേറ്റ് സ്കൂൾസ് ആർ ഗുഡ് ഫോർ ചിൽഡ്രൻ പറഞ്ഞ് ഡിസ്കസ് ബോത്ത് ദ വ്യൂസ്. അത് കുറച്ച് പിന്നോക്കം പോയാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഹിയർ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഡിസ്കസ് ടു വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ തന്നെ. ദ ക്വസ്റ്റ്യൻ ഇസ്, സം പീപ്പിൾ തിങ്ക് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ബി സെൻഡ് ടു പ്രീ സ്കൂൾസ്, അല്ലെങ്കിൽ സെൻഡ് ടു സ്കൂൾ റൈറ്റ് വെൻ ദേ ആർ ഏബിൾ ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകേണ്ട ആ പ്രാപ്തിയാവുമ്പോഴേക്കും at a very young age, whereas some people say that they should remain in the house until they are much bigger enough. ഒരു 6 വയസ്സ് വരെയൊക്കെ അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പറഞ്ഞയക്കണം നല്ലതാണ്. ചില ആൾക്കാർ പറയുന്നു വളരെ മീൻസ് ചെറുപ്പകാലം, ദാറ്റ് ഈസ് ആ ഒരു 6 വയസ്സ് വരെ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പറയാം, 6 വയസ്സ് വരെ 6ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ 6 വയസ്സിലെ 1ാം ക്ലാസ്സിൽ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ പോകണം എന്ന് ചിലവർ പറയും കുറച്ച് വലുതായിട്ടൊക്കെ പോയാൽ മതി അങ്ങനെ. സോ ബോത്ത് ദീസ് വ്യൂസ് ഡിസ്കസ് ചെയ്യാൻ ദെൻ ഗിവ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം. പലരും എന്താ ചെയ്യുക, ഇത് രണ്ടും ഡിസ്കസ് ചെയ്ത് അവരുടെ സ്വന്തം അഭിപ്രായം കൊണ്ടിടും. അങ്ങനെ പാടില്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ എടുക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. ഇപ്പോൾ അഗെയിൻ ഞാൻ എൻ്റെ വ്യൂ അല്ലേ പറയാം, നിങ്ങൾ നിങ്ങളുടെ വ്യൂ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ മിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പോയിന്റ്സിൻ്റെ എനിക്ക് എൻ്റെ യു ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണൽ. നിങ്ങൾക്ക് ഏതിൽ കൂടുതൽ പോയിന്റ്സ് വരണോ അത് നിങ്ങളുടെ ഭാഗം. മനസ്സിലായി? എപ്പോഴും നമ്മളുടെ ഇന്നത്തെ ജീവിത രീതി നോക്കണം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ഒരു 10-20 കൊല്ലം മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, കുട്ടികൾ വീട്ടിലിരുന്നിട്ട് പക്വത വന്നതിന് ശേഷം മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ചിൽഡ്രൻ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ലേൺ ഫ്രം ദ ഹൗസ്. വീട്ടിൽ നിന്ന് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? എന്നാൽ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാ, ഇറ്റ് വുഡ് ബി ഓൾവേസ് ഗുഡ് ഓർ ബെറ്റർ ടു സെൻഡ് ചിൽഡ്രൻ ടു സ്കൂൾസ് അറ്റ് എ വെരി യങ് ഏജ്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പറഞ്ഞയക്കുന്നതാണ് നല്ലത്. കാരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഡിസ്കസ് ടു വ്യൂസിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഓരോരുത്തരുടെ കാര്യം, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, അതിന്റെ 3 ഭാഗങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയണത്, അതിന്റെ 3 പോയിന്റ്സ്. നല്ല ഭാഗങ്ങൾ 2 ഭാഗത്തെയും പറയാൻ പാടുള്ളൂ. ഇതിനെ കുറ്റം പറഞ്ഞാൽ അത് പറയരുത്, അതിനെ കുറ്റം പറഞ്ഞ ഇത് അങ്ങനെ പറയരുത്. കുറ്റം പറച്ചിൽ പാടില്ല. ഡിസ്കസ് ടു വ്യൂസിൽ വഴി തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വൺ സൈഡഡ് എസ്സേ മാറും അത്. മനസ്സിലായി? അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ കുട്ടികളെ സ്കൂളിലേക്ക് വേഗം പറഞ്ഞയക്കണമെന്ന് പറയണം, ഡിസ്കസ് ചെയ്യണം. അടുത്ത പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ പറയണത് കുട്ടികൾ വീട്ടിലിരുന്നതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി, ലൈക്ക് ബ്രെയിൻ ഒന്ന് പക്വതൊക്കെ വന്നതിന് ശേഷം, ലൈക്ക് മേ ബി 5 or 6 years ഒക്കെ ആകുമ്പോൾ പോയാൽ മതി ഒരു കൂട്ടം. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെ, അതിന്റെ 3 കാരണങ്ങൾ എപ്പോഴും ഓർക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ഞാൻ ഒന്നിനെ ഭാഗം പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിനെയാണ് ഭാഗം പിടിക്കുന്നത്. ദാറ്റ് ഈസ് കുട്ടികളെ എത്രയും പെട്ടെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇൻ ടുഡേസ് സർക്കംസ്റ്റൻസസ്, ലൈഫ് സ്റ്റൈൽസ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് അല്ലേ? ഇൻ ടുഡേസ് സർക്കംസ്റ്റൻസസ് ഐ വുഡ് പ്രിഫർ ടു സെൻഡ് ചിൽഡ്രൻ ടു സ്കൂൾ അറ്റ് എ വെരി യങ് ഏജ്. പക്ഷെ ഈ ഐ നമ്മൾ അവിടെ പറയരുത്, ആദ്യമേ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇൻട്രൊഡക്ഷനിൽ ആദ്യമേ ഐ പറയാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണെന്ന് പറയണ്ട. എന്താണ്, ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനം എടുത്തു, അപ്പൊ ഞാൻ ഏറ്റവും നല്ലതിനെയാണ് ഞാൻ എടുത്തതെന്ന് നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എഗ്രി ഡിസ്എഗ്രിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഇൻട്രൊഡക്ഷനിൽ എഴുതി. ഡിസ്കസ് ടു വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം കൺക്ലൂഷനിലാണ് വരുന്നത്. ഓക്കെ,
അപ്പൊ അത് എഴുതേണ്ട നേരത്തെ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പറഞ്ഞയക്കണമെന്ന് പറയാൻ ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ ടുഡേയ്സ് ലൈഫ് സ്റ്റൈൽ ബോത്ത് ദ പാരൻസ് ആർ വർക്കിംഗ് അല്ലേ, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ്. ബോത്ത് ദ പാരൻസ് ആർ വർക്കിംഗ് ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് വിത്ത് ചിൽഡ്രൻ. കുറെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ, ജോയിന്റ് ഫാമിലി ആണ്, ചിൽഡ്രൻ ഹാവ് എ ലോട്ട് ടു ലേൺ ഫ്രം ദ ഫാമിലി. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്, ബോത്ത് ദ പാരൻസ് ആർ വർക്കിംഗ് ആൻഡ് ചിൽഡ്രൻ ആർ ലെഫ്റ്റ് അലോൺ ഇൻ ദ ഹൗസ് ഇൻ കെയർ ഓഫ് മെയ്ഡ്സ് അല്ലെ, മെയ്ഡിന്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാവും, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ബട്ട് ഈവൻ ദെൻ ഇന്നത്തെ സോഷ്യൽ ലൈഫ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. അപ്പോൾ ഇപ്പൊ പണ്ടാണെങ്കിൽ കുട്ടികൾക്ക് ദേ ഗെറ്റ് എ ലോട്ട് ഫ്രം ദിയർ പാരൻസ്. അമ്മ പേഷ്യൻസ്, പെർസിവിയറൻസ്, ഷെയറിങ് കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടില്. അതൊക്കെ പറഞ്ഞു കൊടുക്കും. കണ്ട് മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, അഡ്ജസ്റ്റ്മെന്റും അതൊക്കെ. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ വീട്ടിൽ മേട് നോക്കുമ്പോൾ എന്താണ്, ടി വിയുടെ മുമ്പിൽ 24 hours. ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിലും ടി വിയുടെ മുമ്പിലാണ്. സോ ഇന്ന് ഫസ്റ്റ് പോയിന്റ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈ ബോത്ത് ദ പാരൻസ് ആർ നോട്ട് ദർ ടു ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ, മോസ്റ്റ് ഫാമിലിയിൽ കേട്ടോ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദേ ഗോ ടു സ്കൂൾ, പ്രീ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ദേ ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് സോഷ്യൽ സ്കിൽസ് പഠിക്കും, കമ്മ്യൂണിക്കേഷൻ പഠിക്കും, മറ്റുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടും അതൊക്കെ. ആൻഡ് അവര് സോഷ്യൽ സ്കിൽസ് പഠിക്കും, മറ്റേ കുട്ടീനോട് മിങ്കിൾ ചെയ്യാനും അഡ്ജസ്റ്റ്മെന്റ് പഠിക്കും, ഷെയറിങ് പഠിക്കും. ഇന്നത്തെ വീട്ടുകളിലൊക്കെ ഒരു കുട്ടി 2 കുട്ടി, അതിനപ്പുറം ഇല്ലല്ലോ. അതന്നെ വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഷെയറിങ്ങും ഇല്ല. അപ്പൊ അവിടെ അങ്ങനെയില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. ടി വി അവര് ടോഡ്ലർ ഇതിലൊക്കെ അവര് അങ്ങനെയല്ലേ, നഴ്സറി കിൻഡർ ഗാർഡനിലൊക്കെ ടി വിയും അത് ഇതൊക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ടോയ്സ് ഷെയർ ചെയ്യുമ്പോൾ ദേ ഡു ഹെൽപ്പ്. അത് ഷെയർ ചെയ്യും, നീ എടുത്തോ, ഞാൻ എടുത്തോ, വേണ്ട എനിക്ക് വേണ്ട, വാശി പിടിക്കലൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആവും. അപ്പോൾ ഈ അതിനൊക്കെ സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ സ്കിൽസ് എന്നാ പറയാം. അപ്പൊ ഇത് എടുത്ത് പറയാം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആള് 2.5 വയസ്സ് 3 വയസ്സിന് പോയ ആള് അടുത്ത കൊല്ലം 4 വയസ്സ് ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അടുത്ത കുട്ടികളുടെ ചേച്ചിയായി മാറും, ചേച്ചിയോട് ചേട്ടനായിട്ട് മാറും. കരയണ്ട കുട്ടി, കരയണ്ട. ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യം, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. തോൽക്കാൻ പഠിക്കും, തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ പരീക്ഷയ്ക്ക് തോൽക്കുമ്പോഴേക്കും തൂങ്ങി മരിക്കാൻ നടക്കണ കുട്ടികൾ, വീട് വിട്ടു പോണതൊക്കെ. എടോ, തോൽവി ജീവിതത്തിന്റെ ഭാഗമല്ലേ. അതിനാര് സ്പോർട്സ്മാൻ സ്പിരിറ്റില് തോറ്റു കഴിഞ്ഞാൽ ആ കുട്ടീനോട് ദേഷ്യം. നമ്മളെ എനിമീസായി. സിനിമയിൽ അതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്. എന്താണ് അതിന്റെ പേര്, ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാലിന്റെ സിനിമ നീലകണ്ഠൻ. അവര് തമ്മിൽ തല്ലൂട്ട് അങ്ങനെയല്ല, എല്ലായ്പ്പോഴും അവൻ ജയിച്ച് വന്ന് എന്ന് എന്നെ അവൻ തോൽപ്പിക്കും, അങ്ങനെ വൈരാഗ്യം വന്നതല്ല. അതേപോലെ തന്നെ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ അറിയില്ല. അവിടെ പഠിക്കും. കുറെ കുട്ടികൾ ഉണ്ടാവല്ലോ, അതിന്റെ ഇടയിൽ തോറ്റാൽ കുഴപ്പമൊന്നുമില്ല, കളിയാക്കുമ്പോ. അപ്പൊ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പഠിക്കും. ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇതൊക്കെ നോക്കുമ്പോൾ നല്ലതല്ലേ. ഈ കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് വീട്ടിൽ നിന്ന് കിട്ടിയില്ല, പക്ഷെ നൗ ഇറ്റ് ഇസ് നോട്ട് ഗോട്ട്. അപ്പൊ ഇറ്റ് ഈസ് വെരി ഗുഡ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ കഷ്ണമായിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. ഞാനത് മിങ്കിൾ ചെയ്ത് പറഞ്ഞു. സോഷ്യൽ സ്കിൽസ് പഠിക്കും, ഇന്ററാക്ഷൻ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും, വേറൊരു പോയിന്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പഠിക്കും, ആക്സെപ്റ്റിംഗ് ഫെയിലിയേഴ്സ് പഠിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പഠിക്കും, ഷെയറിങ് ആൻഡ് കെയറിങ് പഠിക്കും. ഇത് ഫൈനലി ഇത്ര ചെറുപ്പത്തിൽ ഇതില് ദേ ലേൺ ടു ലിവ് വിത്തൗട്ട് ദിയർ പാരൻസ്. ദാറ്റ് ഈസ് ദിയർ ബിക്കമിങ് ഇൻഡിപെൻഡന്റ്. ഇത്രയും ചെറുപ്പത്തിൽ, നിങ്ങളുടെ പ്രായത്തിൽ 3 വയസ്സിൽ നിങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഞാൻ കാണുന്നതാണ്. കിൻഡർ ഗാർഡനിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്ക്, ചെറിയ കുട്ടികൾ അവർ സ്വന്തം, നമ്മൾ 5 വയസ്സ് 6 വയസ്സും ഒക്കെ അച്ഛനും അമ്മയും കൊണ്ട് ടോയ്ലറ്റിൽ എത്തി മൂത്രം ഒഴിപ്പിക്കലല്ലേ പണി. ഇവിടെ കുട്ടികള് പാമ്പേഴ്സ് പോലും ഇല്ല. ദേ ഗോ ആൻഡ് ഡു ദിയർ ബോവൽ മൂവ്മെന്റ്സ്.
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരെ പുസ്തകങ്ങൾ അവർ സ്വന്തം എടുത്ത് വെക്കും. ആ അവർ ഇൻഡിപെൻഡൻ്റ് ആവാണ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ചിൽഡ്രൻ ബിക്കമിങ് ഇൻഡിപെൻഡൻ്റ് അറ്റ് ദിസ് ഏജ്. അവരുടെ കാര്യം അവർ സ്വന്തം ചെയ്യാൻ പഠിക്കും. ദാറ്റ് ഈസ് വെരി ഗുഡ്. കുറേ കാര്യങ്ങൾ ഇന്ന് പാരൻസിന് ദേ ഡോണ്ട് ഹാവ് ടൈം. പാരൻസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിൽ ബെസ്റ്റ് ഇങ്ങനെയാണ്. സോ ഈ കാര്യങ്ങളാണ് ഇവിടെ കഷ്ണമായിട്ട് എഴുതേണ്ടത്. ക്വാളിറ്റി സോഷ്യൽ സ്കിൽസ് പറയാം, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പറയാം, സ്പോർട്സ്മാൻ സ്പിരിറ്റ് പറയാം. ഫൈനലി പറയേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആവണത്. ബിക്കോസ് ദേ ലേൺ ടു ഡു ഓൾ ദിയർ തിങ്സ് ബൈ ദംസെൽവ്സ് അറ്റ് ദിസ് ഏജ്. വേറൊരു പോയിന്റ്, അത് ഇതൊക്കെ ഒരുമിച്ച് രണ്ടെണ്ണമായിട്ട് പറയാം. വേറൊരു ഏറ്റവും അത്യാവശ്യം ഒരു പോയിന്റ് ഉണ്ട്. പണ്ടത്തെ സ്കൂളില് ജൂൺ 1 തീയതി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സറി സെക്ഷനിൽ കണ്ടാൽ നല്ല രസമാണ്. 1ാം ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസം. നഴ്സറിയിൽ എന്താണ് പേ ഒരു മാസത്തോളം ഉണ്ടാവും പേ 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 കരച്ചില് അല്ലേ. ബട്ട് ഇഫ് ദ ചിൽഡ്രൻ ആർ സെൻഡ് ടു ഈ പ്രീ സ്കൂളിംഗ് അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ ബിഫോർ ദേ ഗോ ടു ദ സ്കൂളിംഗിലേക്ക് കയറിനെക്കാട്ടും മുമ്പ് ഈ പ്രീ സ്കൂളും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ടു ഗോ ടു സ്കൂൾ. അവരുടെ സ്കൂൾ ലൈഫിൽ അവർക്ക് പോകാൻ അവരെ ഒരു 1.5-2 കൊല്ലം അവരെ ട്രെയിൻ ചെയ്യാണ്. അവർ ട്രെയിൻ ചെയ്യപ്പെടാണ്. ദേ ഡോണ്ട് നോ ലൈക്ക് ഇങ്ങനെയെന്ന്. ബട്ട് ലേൺ ടു ലിവ്. മെയിൻ തിങ് എന്താ, അച്ഛനമ്മയിൽ നിന്ന് പിരിഞ്ഞിരിക്കണം. പേയും കരച്ചില്ല. അച്ഛനെ കാണണം, അമ്മേനെ കാണണം, വീട്ടിൽ പോണം, അങ്ങനെ. അത് ഒരു 2 മാസമൊക്കെ ഉണ്ടാവും ഇത്. സോ ദാറ്റ് ദേ ലേൺ. ഇവിടെ നിന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് പിന്നെ അവർ സ്കൂൾ ലൈഫിൽ കാല് വെക്കുമ്പോൾ ദേ ആർ accepting the school life very independently, കുറച്ചും കൂടി പക്വത, മെച്യൂരിറ്റിയിൽ. ആൻഡ് ദ ടീച്ചേഴ്സ് ഫൈൻഡ് ഇറ്റ് വെരി ഈസി ടു ഹാൻഡിൽ ദീസ് ചിൽഡ്രൻ. പിന്നെ കുറച്ചൊക്കെ ബേസിക് സ്കൂളിൽ നിന്നും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ, നഴ്സറിയിലും ABCD ഒക്കെ പറയണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ദേ ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ്. ഇഫ് ദേ ആർ സെൻഡ് ടു ദ പ്രീ സ്കൂൾസ് ബിഫോർ getting into the school life, they are getting prepared for the school education. സ്കൂളിൻ്റെ എഡ്യൂക്കേഷനിലേക്ക് ബേസിക്സ് ഇട്ട് കൊടുക്കുന്നത് പ്രിപ്പയർഡ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ദം ആൻഡ് ദ ടീച്ചേഴ്സ് ഓൾസോ. ഇതൊക്കെ പോയിന്റ്സ്. അതുകൊണ്ടാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ട് ഇതൊക്കെ പാരൻസ് ആണ് കൊടുത്തിരുന്നത്, കഥയും പറഞ്ഞിരുന്നത്. പാരൻസ് കഥ പറയാൻ നേരമുണ്ട്. സോ അങ്ങനെ ദാറ്റ് ഈസ് വൈ ഐ സപ്പോർട്ട്. നേരെ മറിച്ച് ഓൺ ദി അതർ ഹാൻഡ് സം പീപ്പിൾ സേ, അപ്പൊ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് കാര്യം പറയേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ, എഴുതുമ്പോൾ അത് എഴുതാൻ പാടില്ല. ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ സം പീപ്പിൾ ഹു സേ ദാറ്റ് ദ ചിൽഡ്രൻ ഷുഡ് സിറ്റ് അറ്റ് ഹോം ആൻഡ് ലേൺ ദ ബേസിക് തിങ്സ് ആൻഡ് ഓൺലി ദെൻ ഗോ ടു സ്കൂൾ. ഫസ്റ്റ് കാരണം ചൈൽഡ്ഹുഡ് ഇസ് ദി ഓൺലി ടൈം. അവർ പറയാൻ എന്താ, അവരുടെ കാര്യം ന്യായീകരിച്ച് പറയണ്ടേ. അപ്പൊ എന്താണ് അവരങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, childhood is the only time when the human life, childhood is the only time when they can play and enjoy life without any tensions, without any responsibilities. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആയില്ലേ, ഹോംവർക്ക് ചെയ്യേണ്ടേയും പദ്യം പഠിക്കേണ്ടതിൻ്റെയും അതൊക്കെ റെസ്പോൺസിബിലിറ്റി ആയി. അപ്പൊ ഏറ്റവും ചെറിയ പ്രായം ചൈൽഡ്ഹുഡ് ഇസ് ദ ടൈം യു ഡോണ്ട് ഹാവ് എനി റെസ്പോൺസിബിലിറ്റീസ്. എൻജോയ് ലൈഫ് ടു ദ മാക്സിമം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതകാലം മൊത്തം പഠിക്കാനുള്ളതല്ലേ. അപ്പൊ ബിക്കോസ് അൺടിൽ ദി ഏജ് ഓഫ് 6 വരെ യുവർ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഗുഡ്. അപ്പോഴാണ് ഈ സോഷ്യൽ സ്കിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് യു ഗെറ്റ് എ ലോട്ട് ഫ്രം ദ ഹൗസ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അന്തരീക്ഷത്തിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ ബേസിക് ആയിട്ട് അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻജോയിങ് ലൈഫ് വിത്തൗട്ട് എനി റെസ്പോൺസിബിലിറ്റീസ്, പാമ്പറിങ്ങും അതൊക്കെ അല്ലേ, ഓമനിച്ചും കുഞ്ഞുകുട്ടിയായി നടക്കലും അതൊക്കെ നല്ലതാണ്. കളിക്കാനും കളിയിൽ കൂടെ കുറെ പഠിക്കാനുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ജനറൽ കാര്യങ്ങൾ ബിഫോർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ സ്കൂൾ ലൈഫ് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഇപ്പൊ ലൈക്ക് പ്രകൃതിയിൽ നിന്നും കളിയിൽ കൂടെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് പ്രകൃതിയിൽ നിന്ന്. ഇപ്പൊ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് മാവിന്റെ എല്ലാം കാണിച്ചാൽ എന്താണെന്ന് അറിയില്ല. പ്രകൃതിയിൽ നിന്നും പഠിക്കാനൊക്കെ കുറെ ഉണ്ട്. കളിയിൽ കൂടെ പഠിക്കാനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്.
ആ വീട്ടില് വീട്ടിലത്തെ കാര്യങ്ങൾ ബോവൽ മൂവ്മെന്റ്സ് ഒക്കെ അതൊക്കെ പഠിച്ചിട്ട് പക്വത വന്നിട്ട് പോയാൽ മതി. ജീവിതകാലം മൊത്തം പഠിക്കാനുള്ളതല്ലേ. ബിക്കോസ് ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇസ് സോ ടെൻസ്ഡ് അല്ലേ. കുഞ്ഞുമക്കൾക്ക് ഓവർ ബേർഡൻ ആണ് ഇന്നത്തെ എല്ലാ സ്റ്റാൻഡേർഡ്സിലും, എല്ലാ ക്ലാസ് സെഷൻസിലും, 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയും ഓവർ ബേർഡൻ ആണ്. ആ അപ്പോൾ അത് ബേർഡൻ ചോക്കുമ്പോൾ ദ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും, ബിക്കോസ് ആ ഡെവലപ്മെന്റ് നേരത്തെ കുറേ വാല്യൂസ് ഓഫ് ലൈഫും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് അത് കിട്ടേണ്ടത് ഗ്രാൻഡ് പാരൻസിൽ നിന്നായാലും പാരൻസിൽ നിന്നായാലും. സോ അത് കിട്ടിയതിന് ശേഷം പുറത്ത് പോണതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് രണ്ട് ഭാഗം പറഞ്ഞിട്ട്. ഇനി നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞതിന്റെ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, പാരാഫ്രേസ് ആൻഡ് ജനറൽ ജനറൽ സെന്റൻസ് വേർ. ഇപ്പൊ ടോപ്പിക് സെന്റൻസ് ടോപ്പിക്കിനെ കുറിച്ച് പറയാണ് എക്സാമിനറിനോട്. പാരാഫ്രേസ് പറയണത് ഈ ക്വസ്റ്റ്യൻ എന്താന്ന് പറയണത്. ആൻഡ് തേർഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ഈ എസ് എന്താ ഡീൽ ചെയ്യണത് അതാണ് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ, ടോപ്പിക് സെന്റൻസ്, അഗെയിൻ സ്കൂളിംഗ് അല്ലെങ്കിൽ education plays a very important role in everyone's life in this modernized world. ആ അങ്ങനെയൊക്കെ പറയാം. പിന്നെ പാരാഫ്രേസ്, സം പീപ്പിൾ സേ ദിസ്, സം പീപ്പിൾ സേ ദാറ്റ്, സം പീപ്പിൾ സേ ദാറ്റ് എന്താണ് children should be sent to school at a very young age, whereas some others say that it is better for them to stay at home and then go to school after their 5 or 6 years അല്ലെങ്കിൽ much bigger. പിന്നെ മൂന്നാമത്തത് എന്താണ് ഈ എസ് എ ചെയ്യുന്നത്. ദിസ് എസ് എ ഡിസ്കസസ് ബോത്ത് ദീസ് വ്യൂസ് ഇൻ ഡീറ്റെയിൽ ബിഫോർ കമ്മിങ് ടു എൻ ഒപ്പീനിയൻ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയി. ലീവ് എ ലൈൻ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് പാസേജ് വേർ യു സേ എന്തുകൊണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് വൈ അത് സം പീപ്പിൾ ഐ ഉപയോഗിക്കരുത്, ഐ വി യു അവർ എന്ന് ഉപയോഗിക്കരുത്. ടു ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല വാക്കുകൾ വെച്ചത് ഫസ്റ്റ്ലി സെക്കൻഡ്ലി തേർഡ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റ്സ് എഴുതാം. ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലീവ് എ ലൈൻ, പിന്നത്തെ പാരഗ്രാഫിൽ അടുത്ത വ്യൂ ഡിസ്കസ് ചെയ്യുക. ഹൗ എവർ സ്റ്റാർട്ട് ചെയ്തത്, ഹൗ എവർ there are a group of people who say that remaining at home until they are matured and then going to school is a better option. According to them, പറഞ്ഞിട്ട് അവർ പോയിന്റ്സ് പറയാം, 3 പോയിന്റ്സ്. And then go to the conclusion. To conclude, in this modernized world, the lifestyle has completely changed. And it is always good that the child learns social skills and sportsman spirit from right from the childhood days. And so I am of the opinion, എവിടെയാണ് ഐ വരുന്നത്, എൻ്റെ ഒപ്പീനിയൻ പറയണം കേട്ടോ. I am of the opinion that it is better to send the child to school at a very young age so that he becomes independent and capable of doing his own things right from the അല്ലെങ്കിൽ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ പ്രൈമറി സെഷൻസ് ഓഫ് സ്കൂൾസ്. മനസ്സിലായി? അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. എപ്പോഴും കൺക്ലൂഡിൽ ടു കൺക്ലൂഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടു വൈൻഡ് അപ്പ്, ടു റീകാപ്പിറ്റുലേറ്റ്, ടു സമ്മറൈസ്, അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് ഉണ്ടായി. സോ ദിസ് ഇസ് ഹൗ യു സേ ഡിസ്കസ് ടു വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിട്ടുണ്ടാവും. എനി ഡൗട്ട്സ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സിൽ, ഞാൻ അപ്പോഴേ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ഇത് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2 ഒപ്പീനിയൻ ടൈപ്പ് വന്നിട്ടുണ്ട്, നമുക്കൊരു ജനറൽക്ക് പോവാം. മേ ബി പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്, നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാം. ഓക്കെ, അൺടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.